വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് തലമുടി കൊഴിച്ചിലിനെ പറ്റി നോക്കാം. എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നത്, താരൻ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിനെപ്പറ്റി നാച്ചുറലായിട്ട്, അതായത് ഈ സോപ്പും ഷാമ്പൂ എണ്ണകളൊന്നും ഉപയോഗിക്കാതെ മുടി കൊഴിച്ചിൽ എങ്ങനെ തടയാൻ പറ്റും, മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കാണെങ്കിലും പ്രായമായി വരുമ്പോൾ 12 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ടെസ്റ്റിക്കിളിൽ നിന്ന് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ DST എന്ന് പറയും, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയും. അതിങ്ങനെ കൂടുതൽ ബ്ലഡിൽ വരുന്നോളും ഇത് വന്ന് നമ്മുടെ മുടിയുടെ അടിയിൽ ഇതിൻ്റെ ഒരു റിസപ്റ്ററുണ്ട്. റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇത് വന്ന് അടിയാൻ പറ്റിയൊരു സ്ഥലം, അവിടെ വന്ന് ഇത് അടിഞ്ഞ് വരും. അപ്പോൾ അത് ശരിക്കും നമുക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടുന്നൊരു എററാണ്. മുടി നമുക്ക് മീശ വരാനും താടി വരാനും ദേഹത്ത് എല്ലാം ഈ ടെസ്റ്റോസ്റ്ററോൺ ആവശ്യമാണ്. അതേപോലെ മുടിയിൽ പറ്റിപ്പിടിച്ചതിൻ്റെ കുറച്ച് റിസപ്റ്റർ എന്ന് പറഞ്ഞ സാധനം ഇരിപ്പുണ്ടാവും. പറ്റിപ്പിടിച്ച എല്ലാ റിസപ്റ്റേഴ്സും ഒന്നുണ്ടാവും. അതിങ്ങനെ അതിൽ വന്ന് ഇത് അടിയും തോറും അതിൻ്റെ അടി ഇങ്ങനെ ബ്ലോക്കായി വരും. അപ്പോൾ അങ്ങനെ ആവും തോറും പിന്നെ അതിനകത്ത് അപ്പോൾ ഇതിങ്ങനെ മുടിയുടെ അടിയിലാണ്, മുടി ഇങ്ങനെ വളർന്നു വരുമ്പം അതിൻ്റെ അടിയിൽ വന്ന് ഇതിങ്ങനെ വന്ന് കംപ്ലീറ്റ് ഇങ്ങനെ മൂടിക്കഴിയുമ്പം അതിനകത്ത് വേറെ ആഹാര സാധനങ്ങളോ പ്രോട്ടീൻസോ അങ്ങനെയൊന്നും പോകാൻ പറ്റാതെ അത് ബ്ലോക്കായിട്ട്, അപ്പോൾ അത് ആദ്യം മുടിയുടെ കനം കുറഞ്ഞു തുടങ്ങും, നരയ്ക്കുകയൊക്കെ ചെയ്യും. അതോടുകൂടി ഇത് മുടിയുടെ ഇളകി പോവും. മുടി പിന്നെ അവിടെ കാണില്ല, സ്കിൻ പോലെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുടിയുടെ റൂട്ട് ഒരു പ്രാവശ്യം മുടിയുടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മുടി അവിടെ നിന്ന് വരില്ല, പെർമനൻ്റ്ലി ഇളകി പോകുന്നതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കഷണ്ടി പോലെ ആവുന്നത്. പക്ഷേ പോകുന്നതിന് മുമ്പ്, മുടിയുടെ റൂട്ട് പോകുന്നതിന് മുമ്പ് നമ്മളത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ, DST അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എടുത്തു കഴിഞ്ഞാൽ മുടി അവിടെ നിൽക്കും, മുടി പോകാതിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ശരിക്കും നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ചെമ്പരത്തിപ്പൂ, ചെമ്പരത്തിയുടെ ഇല, അതുപോലെ ചീവയ്ക്കാപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ കൈതോന്നിയുടെ ഇല, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ പൊടിയുടെ ഒരു മിക്സറാണ്. കറിവേപ്പില എല്ലാം ഉണ്ട്, മിക്സർ പൊടി, എണ്ണയല്ല പൊടിയുടെ മിക്സറാണ്. എന്നിട്ട് ഇത് വെള്ളത്തിൽ കലക്കി നമ്മൾ തലയിലോട്ട് നന്നായിട്ട് തേച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു അര ഭാഗം വരെ DST അടിഞ്ഞിരിക്കുന്ന ഒരു അര ഭാഗം വരെ ഇളകിപ്പോവും. ആ ഇളകിപ്പോകുന്നിടത്തൂടെ പിന്നെയും ഫുഡും ആഹാര സാധനങ്ങളൊക്കെ കയറി തൈറോക്സിനും ബാക്കി ഇൻസുലിൻ എല്ലാ സാധനങ്ങളും കയറിയിട്ട് മുടിക്ക് ഗ്രോത്ത് കിട്ടും, മുടി ചത്തുപോകില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്താൽ ഇത് മുടി എവിടെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മുടി പോകും. മുടി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഈ വട്ടത്തിന് പൊടിയുന്നവരുണ്ട്. അവിടെ നിന്ന് മുടി പൊടിച്ചു വരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയാൽ നല്ല കഷണ്ടി പോലെ തന്നെ ഇരിക്കും, പക്ഷേ അവിടെ മുടി അവിടെ ഉണ്ട്, മുടി മുടിയുടെ റൂട്ട് പോയിട്ടില്ല, പക്ഷെ മുടി വളരാത്തതാണ്. അതിൻ്റെ കാരണം എൻ്റയർലി വ്യത്യാസമാണ്. രക്ത ഓട്ടം കുറയുന്നതുകൊണ്ടും പിന്നെ നെർവിൻ്റെ ഇമ്പൾസ് കുറയുന്നതോടുകൂടിയാണ് മുടി അവിടെ നിന്ന് വളരാത്തത്. ടെൻഷൻ, ആങ്സൈറ്റി, പിന്നെ കുറേ ഹോർമോണൽ ചേഞ്ചസ് എല്ലാം വരും. അപ്പോൾ അതിനും ഇതുപോലെ നമ്മൾ തലയോട് സർക്കുലേഷൻ, ഞരമ്പിൻ്റെ സർക്കുലേഷനൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ മുടി അവിടെ നിന്ന് തന്നെത്താൻ പൊടിക്കും. വട്ടത്തിന് പൊടിക്കുന്ന അവിടെ നിന്ന് തിരിച്ച് തന്നെത്താൻ പൊടിക്കും. പക്ഷേ കഷണ്ടി പൊടിക്കില്ല, കാരണം കഷണ്ടിയിൽ മുടി അവിടെ ഇല്ല. ഇതിലവിടെ മുടിയുണ്ട്, പക്ഷേ മുടി വളരാത്തതാണ് കാരണം. അപ്പോൾ അതിൽ റിംഗ് ബോം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് മുടി തിരിച്ച് പൊടിച്ചു തുടങ്ങും. പക്ഷേ കഷണ്ടി ഈസ് എൻറ്റയർലി, ബോൾഡ്നെസ് എന്ന് പറയുന്നത് എൻറ്റയർലി വ്യത്യാസമുള്ള സംഭവമാണ്. അപ്പം താരനൊക്കെ ഇതുപോലെ നമുക്ക് ഈ വന്ന് അടിയുന്ന DST വന്ന് അടിയുമ്പോഴത്തേക്കും താരൻ കൂടുതലായിട്ട് കാണുന്നതാണ്. മുടി പോയി കഴിയുമ്പോൾ താരനും പോകുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ആ റിയാക്ഷൻ പോലെ വരുമ്പം സ്കിൻ ഇളകി വരുന്നതാണ് താരൻ. അത് അതിൽ വന്ന് അത് വന്ന് അടിയും, പെട്ടെന്ന് തന്നെ മുടി കൂടുതൽ ഇളകിപ്പോവും. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഈ നാച്ചുറലായിട്ടുള്ള ഈ പൊടികൾ നമ്മൾ ഈ സാധനങ്ങൾ മിക്സ് ചെയ്ത് തലയിൽ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി അവിടെ നിൽക്കും, മുടി വളരുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ മുടി ഉള്ളിടത്ത് മുടി വളരുകയും ചെയ്യും, താരന് നന്നായിട്ട് മാറും, ചൊറിച്ചിലും എല്ലാം കുറയും, ഇൻഫെക്ഷനും എല്ലാം കുറയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു സാധനമായിട്ട് ഹെയർ ക്ലെൻസർ എന്ന് പറഞ്ഞൊരു പൊടിയായിട്ട് കൊടുക്കണം. ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് നമ്മുടെ ഈ കെമിക്കൽസോ മണമോ കളറുകളോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല, എത്ര കാലം വേണോ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒരു സ്പൂൺ എടുക്കുക, കുറച്ച് വെള്ളത്തിൽ കലക്കുക, 10 സ്പൂൺ വെള്ളത്തിൽ കലക്കുക, 10-15 സ്പൂൺ വെള്ളത്തിൽ കലക്കുക, തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം 20 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയാം. ഇത് മീശയിലും പിരിയത്തിലും മുഖത്തും ഒക്കെ ഇടാം. നല്ല താരം പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ഇറിറ്റേഷൻ മാറാനും എല്ലാം ഇത് നല്ലതാണ്. എത്ര കാലം വേണോ ഉപയോഗിക്കാം, കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് പ്രിസർവേറ്റീവ് ചേർത്ത് യാതൊരു സൈഡ് എഫക്റ്റോ റിയാക്ഷൻസോ ഒന്നും വരെയില്ല. അപ്പോൾ ഇതൊരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം
നമുക്ക് ഈ പ്രോട്ടീൻ ചെയ്യണം. കാരണം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മുടിയുടെ കനം കൂടുകയുള്ളൂ. അപ്പോൾ പ്രോട്ടീൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ അവക്കാഡോ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടുണ്ട്, അതിൻ്റെ പൊടിയിലാണ് ഏറ്റവും കൂടുതൽ ബി കോംപ്ലക്സ് അഥവാ ബയോട്ടിൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പൊടിയും അതിൻ്റെ എക്സ്ട്രാക്ട് എന്ന് പറയും, ഡ്രൈഡ് എക്സ്ട്രാക്ട് എന്ന് പറയും. ഹീറ്റഡ് എയർ ഡ്രൈഡ് എക്സ്ട്രാക്റ്റാണിത്. അതിനുള്ള ഗോതമ്പിൻ്റെ വീറ്റ് ജം എന്ന് പറയും, ഗോതമ്പിൻ്റെ അകത്തിരിക്കുന്ന കാതൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള സാധനമാണ്. അതിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതേപോലെ വെള്ളത്തിൽ കലക്കി നമുക്കൊരു 20 മിനിറ്റ് തലയിൽ വെച്ചിട്ട് കഴുകിക്കളയണം. വൈറ്റമിൻ സി കിട്ടാൻ നെല്ലിക്കയുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ മുടിയുടെ അത് വലിച്ചെടുത്ത്, അപ്പോൾ ആദ്യം ക്ലീൻ ചെയ്താലേ ഇത് വലിച്ചെടുക്കുള്ളൂ. രണ്ടാമത്തെ ദിവസം അത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ അത് വലിച്ചെടുത്തതിന് ശേഷം മുടിക്ക് കനവും കട്ടിയും കൂടി തുടങ്ങും. ഇതുവരെ ഇട്ടാൽ മതി, ഇങ്ങോട്ടുള്ള മുടിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. തല മൊത്തം ഇടണം, പിരിയത്തിനും മീശയിലും മുഖത്തും ഒക്കെ ഇടാൻ നല്ലതാണ്. എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ വൃത്തിയായിട്ട് കഴുകിക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകിക്കളയണം. ഇതെല്ലാ പ്രായക്കാർക്കും സെയിം സാധനമാണ്. ഇത് തന്നെ ഉപയോഗിക്കാം. കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഉള്ള മുടി അവിടെ നിൽക്കും, എയർഫോൾ നന്നായിട്ട് കുറയും. അപ്പോൾ ഇതിന് പുറമെ നല്ല എയർഫോൾ ആദ്യമേ ഉള്ളവർക്ക് ഒരു ഹോമിയോയുടെ ഒരു മെഡിസിൻ ഉണ്ട്, ആർണിക്ക എന്ന് പറയും. ആർണിക്കയുടെ ഓയിലല്ല, ആർണിക്കയുടെ ടിഞ്ചറാണ്, മദർ ടിഞ്ചർ. പണ്ട് മീറ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതിൻ്റെ ജ്യൂസാണ്. അത് കുളിച്ചതിന് ശേഷം തുള്ളി തുള്ളിയായിട്ട് തലയിൽ ഒഴിച്ചു കൊടുത്ത് ചീകി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എയർഫോൾ തൽക്കാലത്തെ കൺട്രോൾ ചെയ്യും. അത് മെഡിസിനൽ എഫക്റ്റാണ്, ഹോമിയോപ്പതിക് മെഡിസിൻ്റെ എഫക്റ്റാണ്. പക്ഷേ മറ്റേ രണ്ടും മരുന്നല്ല. ഒന്ന് ക്ലീനറാണ്, ഒന്ന് പ്രോട്ടീനൈസറാണ്. അപ്പോൾ ഇത് രണ്ടും എത്ര കാലം വേണം ഉപയോഗിക്കാം. മറ്റേത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് മുടി കൊഴിച്ചിട്ട് കുറയുമ്പോൾ അതെല്ലാം നിർത്തുകയും ചെയ്യാം. അപ്പം ഇത് അതേസമയം വട്ടത്തിൽ കൊഴിയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെയല്ല. അവിടെ അതിൽ മുടിയുണ്ട്, പക്ഷേ ഈ നെർവ് ഇമ്പൾസും ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതുകൊണ്ടാണ്. അത് പല കാരണം കൊണ്ടും ഉണ്ടാവാറുണ്ട്. ഒരു എക്സാക്ട് റീസണും കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റു മുടികളൊക്കെ വളരുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്ന് തന്നെത്താൻ മുടി വളരും. നല്ലതാണ്. ഒരുപാട് പേർക്ക് വളർന്നിട്ടുണ്ട്, നല്ലതാണ്. പക്ഷേ മുടിയുടെ വട്ട എണ്ണം ഒരുപാട് കൂടിയിട്ട് മീശയും പിരിയൊക്കെ പോയ കണ്ടീഷനാണെങ്കിൽ പിന്നെ ഇത് ആൻറ്റിബോഡീസ് ബ്ലഡിലുള്ളവർക്കായിരിക്കും. അതിൽ പിന്നെ ഭയങ്കര പാടാണ് തിരിച്ച് വളരാനായിട്ട്. അതേസമയം അതിന് മുമ്പേ അത് ചെയ്താൽ ആ മുടി പോകാതെ പിന്നെ വട്ടം കൂടാതെ ഉള്ള മുടി തിരിച്ചു വരികയും ചെയ്യും. ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അങ്ങനെ, തിരിച്ച് പൊടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മൾ ഇങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഈ സർക്കുലേഷൻ കൂടുന്നതുകൊണ്ടും പ്രോട്ടീൻ കൊടുക്കുന്നതുകൊണ്ടും നമുക്ക് ഈ നര കൺട്രോൾ ചെയ്യാൻ, അതായത് നര കൂടാതിരിക്കും. നരച്ച മുടിയെ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നരച്ചത് മുടിക്കും അടിയിൽ ഇതേപോലെ മെലാൻ പിഗ്മെൻറ്റ് ചത്തുപോകുന്നതാണ്. പിഗ്മെൻറ്റ് ഉണ്ടാകുന്ന സെല്ലിന്, ജീവനുള്ളൊരു സെല്ല് ചത്തുപോകുന്നതാണ്. അതിന് ജീവനൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇരിക്കുന്ന മുടിക്ക് നമ്മൾ ക്ലീൻ ചെയ്യുകയും സർക്കുലേഷൻ കൂട്ടുകയും അതിന് പ്രോട്ടീനൈസ് ചെയ്തുകൊണ്ടിരുന്ന നരയുടെ സ്പീഡ് കുറയും. നര ഫുൾ കൺട്രോൾ നിൽക്കാൻ പറ്റില്ല. കാരണം വയസ്സാവുന്ന ഒരു പ്രോസസ്സിലുള്ള ഒരു സംഭവമാണ്. പക്ഷേ നല്ലതുപോലെ നരയ്ക്കുന്നതിൻ്റെ സ്പീഡ് കുറയും. അതാണ്. അതേസമയം നിങ്ങൾ കുറച്ച് നര കാണുമ്പോഴേ ഈ ഡൈ പോലുള്ള ഡൈക്കകത്തെല്ലാം ഒരു ആസിഡ് ഉണ്ട്. നമ്മളിതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ആസിഡ് ചെന്ന് നമ്മുടെ തലയിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ഇരിക്കുന്ന നല്ല മുടി കൂടെ പെട്ടെന്ന് അരച്ചു പോകും. ഈ ആസിഡിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട്. PPD എന്ന് പറഞ്ഞിട്ട് ഒരു ആസിഡാണ്. അതിന് റിയാക്ഷനും അലർജി എല്ലാം വരും. ഡെഡ്ലി ഡേഞ്ചറസ് സാധനമാണ്. കണ്ണ് കാഴ്ച പോവും, സൈനസൈറ്റിസ് ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് ഇതുപോലെ ബ്രൗൺ കളർ വരണമെങ്കിൽ ഇതുപോലെ ഇപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ മൈലാഞ്ചി ഉണ്ട്. അത് ഇതുപോലെ 2 ആഴ്ച കൂടുമ്പം കുറച്ചെടുത്ത് ചെറുതായിട്ടൊക്കെ നരയുള്ളിടത്ത് ഇട്ടിട്ട് കഴുകി കളഞ്ഞാൽ ഡാർക്ക് ബ്രൗൺ കളർ കിട്ടും. അത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതുപോലെ അതും നല്ലതാണ്. ആവശ്യമുണ്ടെങ്കിൽ അത് ബ്രൗൺ ആക്കിയാൽ മതി. പക്ഷെ ബ്ലാക്ക് ആക്കാനാണെങ്കിൽ കരി ഉണ്ടാക്കി തേക്കണം. ഞാനിപ്പോൾ തേച്ചിരിക്കുന്ന മീശയിലും തലയിലൊക്കെ തേച്ചിട്ടുണ്ട്, പിരിയത്തിലൊക്കെ തേച്ചിട്ടുണ്ട്. ഇത് കരിയാണ്. കരി സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പാടുമില്ല ഉണ്ടാക്കാൻ. ഇത് പലരും ചോദിക്കും എന്നും ചെയ്യേണ്ടത്. നമ്മളെന്നും മേക്കപ്പൊക്കെ ചെയ്യുന്നതല്ലേ, എന്നും മേക്കപ്പ് ചെയ്യുന്നതാണ്, എന്നും കുളിക്കുന്നതാണ്, എന്നും ഷർട്ടും തൻ്റെ എല്ലാം കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ ഇതിന് 2 മിനിറ്റ് കളഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു സൈഡ് എഫക്ട്സും വരില്ല, റിയാക്ഷനും വരില്ല, ഒന്നും വരില്ല. മൈലാഞ്ചിയുടെ കളർ ഡാർക്ക് ബ്ലാക്ക് കിട്ടുകയും ചെയ്യും. ഇത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. ജസ്റ്റ് തൊട്ട് വരട്ടുക. നമ്മൾ ആ തലയിൽ ഒഴിക്കുന്ന ആ തുള്ളി മരുന്ന് കൂടെ അതിനുശേഷം ഒഴിച്ചിട്ട് വെറുതെ ചീപ്പിട്ട് ചെയ്യുക. എല്ലായിടവും ബ്ലാക്ക് കളറാവും, അറിയത്തേ ഇല്ല. ശരിക്കും അങ്ങനെ ദേഹത്തൊന്നും അധികമൊന്നും ആവത്തൊന്നുമില്ല. കുറേച്ചാവും. ചെറുതായിട്ട് തരയാണെങ്കിൽ ധാരാളമാണ്, ഒരു കുഴപ്പമില്ല. ഇത് മതിയാവും, നല്ലതാണ്, അറിയേയില്ല. ഉണ്ടാക്കുന്ന ഒരു കുറച്ച് തരയൊക്കെയുള്ള 2-3 ദിവസത്തേക്ക് വരുന്ന കരി ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുമ്പത്തെ വീഡിയോസ് ഇട്ടിരിക്കുന്നതിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പം പല ഓയിലുകളും പല സാധനങ്ങളും ഞാൻ പലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചുമ്മാ മാജിക് എന്ന് പറഞ്ഞ് ഇവർ കുറച്ച് അതിനകത്ത് സാധനങ്ങൾ ഇറക്കിയിട്ട് അതിനകത്തൊക്കെ വെറുതെ എണ്ണ മാത്രമേ ആക്ച്വലി ഉള്ളൂ. അത് വെറുതെ എടുത്ത് വരും. അത് ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ബയോടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് തലയിൽ തേച്ച് എണ്ണമയം തേക്കും തോറും താരം പിന്നെയും കൂടി ഒരുമാതിരിയാവും. അതുപോലെ സോപ്പ് തേക്കരുത്, ഷാമ്പു തേക്കരുത്, എണ്ണ തേക്കരുത്. ചീപ്പ് ഡെയിലി വൃത്തിയായിട്ട് കഴുകണം. ചീപ്പിനകത്ത് അഴുക്കിരുന്നാൽ താരം മാറേയില്ല. അതുപോലെ ഹെൽമറ്റും
ഇതുപോലെ നല്ലതുപോലെ വൃത്തിയാക്കണം. ഹെൽമെറ്റിനകത്ത് ഇതുപോലെ അഴുക്കിരുന്നാൽ പിന്നെയും ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതും നല്ല ശ്രദ്ധിക്കും. വെയിറ്റ് കുറഞ്ഞ ഹെൽമെറ്റ് യൂസ് ചെയ്യാവും. അതുപോലെ ഇവിടുത്തെ ഇത്രയും ഭാഗത്ത് മുടി വെട്ടിക്കുറയ്ക്കരുത്. മുടി ഇങ്ങനെ വളർത്തുന്നതാണ് നല്ലത്. ഞാനിങ്ങനെ വളർത്തിയിരിക്കുന്നത് മുടി വളർത്തുന്നതാണ് എപ്പോഴും മുടിക്ക് നല്ലത്. സൈഡ് വെട്ടാൻ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇത്രയും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ നമ്മളിപ്പോൾ ഈ സ്ട്രെയിറ്റൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പശ വെച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. ആ പശ കുറച്ച് കഴിയുമ്പോൾ ഊറി തലയോട്ടിനകത്തോട്ട് ഇറങ്ങി റൂട്ടിലിറങ്ങി ആ മുടി എത്രയും പോകും. മുടി ഫുൾ പെർമനൻ്റ്ലി ഇളകിപ്പോകും. അപ്പോൾ അഥവാ നിങ്ങൾ സ്ട്രെയിറ്റനൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട്, സ്കാൽപ്പിൻ്റെ ഇവിടെ നിന്ന് താഴോട്ട് മാത്രമേ സ്ട്രെയിറ്റൻ ചെയ്യാവൂ. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവും. ഈ ടയർ ഇട്ട് അടിച്ചാലും എല്ലാം ഇതേ പ്രോബ്ലം ഉണ്ടാവും. മുടിയുടെ അടി പെട്ടെന്ന് ചീത്തയാവും, മുടിയുടെ ക്വാളിറ്റി പെട്ടെന്ന് പോകും, മുടി പെട്ടെന്ന് തിക്നെസ്സും എല്ലാം പോകും. അതുപോലെ തന്നെ പലരും ജെല്ലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. ജെല്ലൊക്കെ തേച്ച് ഇങ്ങനെ കമ്പി പോലെ മുടി വെച്ചിട്ടുണ്ടായിരുന്നു. ജെല്ല് ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഊറി താഴോട്ടിറങ്ങി മുടിയുടെ അടിയിൽ വെള്ളം മുഴുവൻ അബ്സോർവ് ചെയ്യും. അതോടുകൂടി മുടി ഫുൾ ഇളകിപ്പോവും. ഇപ്പോൾ അതാണ് ജെല്ല് പലരും ചെയ്യാത്തത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ശരിക്കും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും. അത് ഡൈ ആണെങ്കിലും ഇതുപോലെ ജെല്ലാണെങ്കിലും സ്ട്രൈറ്റനിങ് ഏജൻറ്റ്സ് ആണെങ്കിലും പിന്നെ തിക്നെസ് കൂടാവുന്ന ഒരു ഫൈബർ പൊടിയുണ്ട്. അതിനകത്ത് കണ്ടന്റ് ഉണ്ടെന്ന് നിങ്ങൾ പേടിച്ചു പോകും. കാരണം സാധാരണ ഫെവിക്കോൾ പോലത്തെ ഒരു സാധനവും പിന്നെ ഫൈബറിൻ്റെ പീസും കളറും പിന്നെ ഈ ആസിഡും എല്ലാം കൂടെയാണ്. അവസാനം ഇതൊക്കെ എവിടെയെങ്കിലും ബാക്കില്ലാതെ മാറി അടിച്ചു കഴിഞ്ഞാൽ സ്കിൻ മുഴുവൻ കണ്ണിന് കാഴ്ച വരെ പോയവരുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈ ഫേസ്ബുക്കിലൊക്കെ ടക്കെന്ന് വന്നിട്ട് പോണ പരസ്യങ്ങളെല്ലാം ഇതിൻ്റെ എല്ലാം കുഴപ്പം ഇതാണ്. ഇപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാൽ അവർക്കെങ്കിലും ഒരു ഗ്യാരണ്ടി വരും, നിങ്ങൾക്ക് തരാൻ പറ്റും, കൊടുത്ത് പരിചയം കാണും. ഞാനിതിപ്പം നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 10-15 വർഷമായി. ഇതിന് സൈഡ് എഫക്റ്റോ റിയാക്ഷൻസോ ഒന്നും വരില്ലെന്നുള്ള പ്യുവർ നാച്ചുറലായിട്ടുള്ള സാധനമായതുകൊണ്ട് യാതൊരുവിധ ദോഷമോ ഫലമോ ഒന്നും വരില്ല. മുടി പോയെടുത്ത് മുടി വരുന്ന പ്രശ്നമില്ല. അത് ഇതല്ല എന്ന മിനോക്സിലിൽ എന്ത് ഉപയോഗിച്ചാലും പറ്റില്ല. ഈ മിനോക്സിലും ഇതുപോലെയാണ്. മിനോക്സിൽ തേച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് റൂട്ടിൻ്റെ അടിയിൽ. അപ്പോൾ അത് തേക്കുമ്പോൾ നമുക്ക് വളരുന്നെന്ന് തോന്നും. നിർത്തുന്ന ആ സ്പോട്ടിൽ അവസാനം നല്ല മുടിയും കൂടെ പോകും. മിനോക്സിൽ ഉപയോഗിച്ചുള്ള എല്ലാവരും കഷണ്ടി ആയിട്ടുണ്ട്. പിന്നെ ഫുൾ മുടിയും പോകും. ഈ മിനോക്സിൽ പണ്ട് പ്രഷറിനകത്ത് കൊടുത്തുകൊണ്ടിരുന്ന മരുന്നാണ്, ലിവർ ടോക്സിനാണ്. അപ്പോൾ ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലത്തെ ഈ ശരിക്കും പറഞ്ഞാൽ ആളെ കൂളാക്കുന്ന വിലകളാണ് ഈ സാധനങ്ങളെല്ലാം. ഇങ്ങനത്തെ ഒന്നും തേക്കാൻ പാടില്ല. തേച്ചാൽ ഉള്ള മുടി പോവും, നിങ്ങളുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റി പോവും, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇതേപോലെ നമുക്ക് അപ്പം മുടിക്ക് ഇതേപോലെ ഏറ്റവും നല്ലത് ഈ സാധനങ്ങൾ തന്നെയാണ്. ഇന്ത്യയിൽ എവിടെ വേണോ ഇത് കൊറിയർ അയച്ചാലും, കേരളത്തിൽ എവിടെ വേണോ കൊറിയർ അയച്ചാലും. കേരളത്തിലാണെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ ആണ്. ഇന്ത്യയിലാണെങ്കിൽ എവിടെയാണെങ്കിലും 100 രൂപയുടെ കൊറിയർ ചാർജ് ആവും. ഇപ്പോഴും മരുന്നിൻ്റെ വില ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. കാരണം എല്ലാ പൊടിയൊക്കെ വില കൂടിയിട്ടുണ്ട്. ഓരോന്നിനും 600 രൂപ വെച്ചിട്ടാണ്. ഈ തലയിൽ ഒഴിക്കുന്ന സാധനത്തിന് മാത്രം 500 രൂപ. അപ്പോൾ മെഡിസിൻ മറ്റേ 600 പക്ഷേ 4 മാസത്തേക്ക് വരും. ഈ തരുന്ന അളവ് ക്വാണ്ടിറ്റി 4 മാസത്തേക്ക് വരും. മൊത്തം 1700 രൂപയാവും. 4 മാസത്തേക്ക് വരും. എനിക്കൊരു അക്കൗണ്ട് നമ്പറുണ്ട്. അതിൽ അഡ്രസ്സിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അന്നപ്പം തന്നെ അയക്കും. കേരളത്തിലൂടെ അടുത്ത ദിവസം കൊണ്ട് കിട്ടും. ഇന്ത്യയിലൂടെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനകത്ത് കൈ കിട്ടും. കൈ കിട്ടിയിട്ട് നിങ്ങളൊരു വീഡിയോ കോളിൽ വന്നു കഴിഞ്ഞാൽ ഉപയോഗ രീതിയും കാര്യങ്ങളെല്ലാം ഞാൻ വൃത്തിയായി പറഞ്ഞു തരാം. എങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെയാണ്. ഇത് നമ്മൾ തലയോട് നനയുന്ന പോലെ ഇടുകയും വേണം. നല്ല വൃത്തിയായിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയും വേണം. അതവിടെ ഇരിക്കാൻ പാടില്ല. എന്നിട്ട് തല തോർത്തിയിട്ട് മറ്റേ ആ ഡ്രോപ്സ് ഒഴിക്കണം ആദ്യം. പിന്നെ അതൊന്നും ആവശ്യമില്ല. പിന്നെ ഇതിൽ ആ ക്ലീനർ മാത്രം സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതിന് മാത്രമാണ് 600 രൂപയാണ് ഇപ്പോഴത്തെ ചാർജ്. അപ്പം അങ്ങനെയാണ് കണ്ടീഷൻ. അപ്പോൾ ഇതിട്ടാൽ നിങ്ങൾക്ക് വേറെ കണ്ടീഷണറോ സോപ്പോ ഷാമ്പുവോ എണ്ണയോ ഒന്നും ഉപയോഗിക്കേണ്ട സാധനമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് മുടിയിൽ ഓയിൽ വരും. ആദ്യം ഒരാഴ്ചയൊക്കെ മുടി ഒന്ന് പറന്ന് കിടക്കും. കാരണം അത് നിങ്ങൾ ഓയിൽ നിർത്തുന്നത് കൊണ്ടാണ്. പിന്നെ നാച്ചുറൽ ഓയിൽ മുടിയിൽ തന്നെത്താൻ വരും. അപ്പം ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. എന്നിട്ട് അത് നിങ്ങൾ വേറെ ആർക്കെങ്കിലും റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ പുറമെ ഞാനിത് പറയുന്നതിന് പുറമെ ഇതുപോലെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുടെ റെഫറൻസ് നമ്പറുകൾ വേണമെങ്കിൽ ഞാൻ എത്ര നമ്പറുകളോ തരാം. ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഞാൻ പറഞ്ഞൊന്നും വേണ്ട. അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് എൻ്റെ പ്രയോജനങ്ങളെന്നൊക്കെ. അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ നിങ്ങളത് നിർത്തിയാൽ പറഞ്ഞു തരും. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. 8-10 വർഷമായിട്ടൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ അടുത്തൊന്ന് വിളിച്ച് ജസ്റ്റ് ചോദിച്ചാൽ മതി. അവർ പറയും കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ഉണ്ട്, വെളി രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തരും ഇതൊക്കെ എങ്ങനെയാണ്, കൊള്ളാമോ കൊള്ളൂല അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലതാണ്. ഹെയർ ശരിക്കും നല്ല ക്വാളിറ്റി വരും. ആദ്യമേയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി ഒട്ടും പോകാതിരിക്കും കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.